ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. റിഫൈൻഡ് ഓയിലാണ് നല്ലത്, വെളിച്ചെണ്ണയെക്കാട്ടി കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2-3 കഷ്ണം ഏലക്ക, കുറച്ച് പട്ട, ഒരു 4-5 കഷ്ണം കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നമുക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. ടൊമാറ്റോ റൈസ് ഒരുപാട് കറികളൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റാൻ കുഴപ്പമില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന വലിയൊരു ടൊമാറ്റോ ആണ്. നിങ്ങൾ എടുക്കുന്ന ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കണം. കാരണം ടൊമാറ്റോ ആണല്ലോ ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത്, ടൊമാറ്റോ റൈസ് അല്ലേ. അപ്പോൾ ഇതിന് ടൊമാറ്റോയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ബാക്കി ഉപ്പ് നമുക്ക് അവസാനം ഇടാം. പിന്നെ റൈസ് വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിടാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ ടൊമാറ്റോയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ വലുതായിട്ടൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയാണ് ഇട്ടത്. എരി അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇനി ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും. കുക്കറിലാണെങ്കിലും ഇതേ അളവ് തന്നെയാണ്. എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കാം. പിന്നെ അരി നേരത്തെ ഞാൻ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് അരി എടുത്ത് കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കഴിയുമ്പോൾ ഉപ്പൊന്ന് നോക്കിക്കോണം. കുറച്ച് ഉപ്പ് മുന്നിൽ തന്നെ നിൽക്കണം, എന്നാലേ അരിയിൽ പിടിക്കുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റായിരിക്കും. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. ഇനി ഞാനിത് മൂടി വെച്ച് തിളച്ച ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തു വിടാം. വേറെ കറി ഒന്നും വേണ്ട, ഒരു പപ്പടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡോ ഒക്കെ വെച്ച് കഴിക്കാം. അവസാനം ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.